നമസ്കാരം. ഫോളിക്കുലർ തൈറോയിഡ് കാർസിനോമയുടെ മൂന്നാം ഭാഗം വീഡിയോ ആണ്. ഇപ്പൊ മൊത്തം 5 ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷനും പേഷ്യന്റെ കംപ്ലൈന്റും പേഷ്യനെ കാണുമ്പോൾ എന്തൊക്കെ അറിയാൻ പറ്റും എന്നാണ്. രണ്ടാമത്തെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നാണ്. ഈ മൂന്നാം ഭാഗം വീഡിയോയിൽ സർജറി പറ്റിയാ പറയാൻ പോകുന്നത്. അപ്പൊ സർജറി എന്ന് പറയുന്നത് ആ തൈറോയിഡ് ഗ്ലാൻഡ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ തൈറോയിഡ് ഗ്ലാൻഡ് മൊത്തത്തിൽ നമുക്ക് ഇളക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒരു ടീം വർക്കാണ്. സർജറി ചെയ്യുന്ന ENT സർജൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ജനറൽ സർജനും ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ്റെയും റേഡിയേഷൻ ഓങ്കോളജിയും എൻഡോക്രൈനോളജിസ്റ്റിൻ്റെയും സഹായം വേണം. അപ്പോൾ മൊത്തത്തിലൊരു ടീം വർക്കാണ്. സർജറി ചെയ്യുന്നത് ENT ആയിരിക്കും. ഇപ്പോൾ സർജറി ചെയ്യണമെന്ന് ഡിസൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാനുള്ള ഫിറ്റ് ആണോ എന്ന് അറിയാനുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്യുന്നതായിരിക്കും. ഈ ബ്ലഡ് ടെസ്റ്റും ചെസ്റ്റ് എക്സ്റേയും ECGയും കൊണ്ട് മയക്കുന്ന ഡോക്ടറിനെ കൊണ്ട് കാണിക്കുവാണെങ്കിൽ അവർ ചിലപ്പം ഒരു ഫിസിഷ്യന്റെ ക്ലിയറൻസോ കണ്ടിട്ട് വരാൻ പറയും. ചിലപ്പം ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ് ഉണ്ടെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടുവന്ന് ക്ലിയറൻസ് വാങ്ങിച്ചു കഴിഞ്ഞ് അവർ ഡേറ്റ് തരും. അപ്പോൾ ആ ഡേറ്റിന് ഒരു ദിവസം മുമ്പേ നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഒരു കൺസേൺ പേപ്പറിൽ സൈൻ ചെയ്യണം. അതിനകത്ത് ഡയഗ്നോസിസ് കാണും, നിങ്ങൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണും, അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാണും. ഞാൻ ആ കോംപ്ലിക്കേഷനെ പറ്റി പറഞ്ഞുതരാം. നിങ്ങൾ സൈൻ ചെയ്യണം, പേഷ്യൻ്റ് ഒരു വിറ്റ്നസ് ഡോക്ടറും കൂടെ സൈൻ ചെയ്യുന്നതായിരിക്കും. അന്നത്തെ അഡ്മിഷന് രാത്രി 12 മണി മുതൽ ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല. അടുത്ത ദിവസമാണ് സർജറി. അപ്പം ഇപ്പോൾ കോംപ്ലിക്കേഷനെ പറ്റി കൺസേണിൽ നിങ്ങൾ വായിച്ചു. അത് കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഴുത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ശബ്ദം മാറാനുള്ള സാധ്യതയുണ്ട്. അത് ടെമ്പററി ആയിരിക്കാം, ചിലപ്പം പെർമനൻ്റ് ആയിരിക്കാം. ശ്വാസം മുട്ടൽ വരാനുള്ള സാധ്യതയുണ്ട്, അതും ടെമ്പററി ആയിരിക്കാം, ചിലപ്പം പെർമനൻ്റ് ആയിരിക്കാം. പിന്നെ ദേഹത്ത് കാൽഷ്യം ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം, ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് മൊത്തത്തിൽ ഇളക്കുന്നത് കൊണ്ട് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറയും, അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് വരാം. അതിൻ്റെ ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ടിരുന്നതാണെങ്കിൽ അതറിയത്തില്ല. ചിലപ്പം ആ സ്കാറ് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് കാണാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ്റെ ഒരു ദിവസം മുമ്പേ മൂക്കിൽ കൂടെ ഇല്ലെങ്കിൽ വായിൽ കൂടെ ഒരു എൻഡോസ്കോപ്പ് വെച്ച് വോക്കൽ കോർഡ്സ് നോർമൽ ആണെന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ രാത്രി 12 മണി മുതൽ ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല. അടുത്ത ദിവസം രാവിലെ ഓപ്പറേഷനാണ്, കംപ്ലീറ്റ് തൈറോയിഡക്ടമിയാണ്, അല്ലെങ്കിൽ സബ് ടോട്ടൽ തൈറോയിഡക്ടമി, കംപ്ലീറ്റ് തൈറോയിഡക്ടമി. തൈറോയിഡ് കംപ്ലീറ്റ് ഇളക്കുന്നതായിരിക്കും. ഓപ്പറേഷന് ഏകദേശം 2 മണിക്കൂർ. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പ് ICUയിൽ വരും. പോസ്റ്റ് ഓപ്പ് ICUയിൽ വരും, ഇതുപോലെ പ്രോപ്ഡ് അപ്പ് പൊസിഷൻ ആയിരിക്കും. ആ സമയത്ത് IV ഫ്ലൂയിഡ്സ് പോയിക്കൊണ്ടിരിക്കും. അവിടുത്തെ സ്റ്റാഫ് നഴ്സ് വന്ന് നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കഴുത്തിൽ വീക്ക് ഉണ്ടോ, ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആൻറ്റിബയോട്ടിക്സ് അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സും കണ്ടിന്യൂ ചെയ്യും. ഒരു നെക്കിൽ ഡ്രെയിൻ കാണും, ഒരു ട്യൂബ് കാണാവോ, അകത്ത് ബ്ലഡ് കട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു ട്യൂബും കാണും. അപ്പോൾ ആ ട്യൂബ് ഒരു വാക്യൂം വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ചിലപ്പം അത് വെക്കേണ്ടി വരും, ചിലപ്പം അതിൻ്റെ ആവശ്യം കാണത്തില്ല. ഇതാണ് ഡ്രെയിൻ, ഒരു ഷോർട്ട് ക്ലിപ്പിംഗ് ആണ്. അതാണ് വാക്യൂം ട്യൂബ്. അതിനകത്ത് വലിച്ചെടുക്കും. കഴുത്തിനകത്തുള്ള ബ്ലഡ് വല്ലതും ഉണ്ടെങ്കിൽ വലിച്ചെടുക്കും. ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ വീണ്ടും തിയേറ്ററിൽ കൊണ്ടുപോയി കൺട്രോൾ ചെയ്യേണ്ടി വരും. ശബ്ദവ്യത്യാസം ഉണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യണം. ശ്വാസം മുട്ടൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ ഹെഡ് ഓൺ പൊസിഷൻ വെച്ചിട്ട് ഓക്സിജൻ കൊടുക്കും, സ്റ്റീറോയിഡ് മരുന്ന് കൊടുത്തിട്ട് അതിലും കുറവില്ലെങ്കിൽ എൻഡോസ്കോപ്പിയിൽ ആ വോക്കൽ കോർഡ്സ് അനങ്ങുന്നില്ലെങ്കിൽ ചിലപ്പം കഴുത്തിന് വെളിയിൽ ഒരു ഓപ്പണിംഗ്, ട്രക്യോസ്റ്റമി എന്ന് പറയും, ചിലപ്പം ചെയ്യേണ്ടി വരും. കാൽഷ്യം ലെവൽ കുറവാണെങ്കിൽ കാൽഷ്യം റീപ്ലേസ് ചെയ്യും. ഹൈപ്പോതൈറോയിഡ്സിനെ പറ്റി ഞാൻ പിന്നെ പറയാം. ഇതൊക്കെയാണ് മെയിൻ. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു സെക്കൻഡ് ഇല്ലെങ്കിൽ തേർഡ് ഡേ ആകുമ്പം
ആ ഡ്രെയിൻ 25 ml താഴെ ആണെങ്കിൽ നമ്മൾ ഡ്രെയിൻ ഇളക്കിട്ട് ഒരു പ്രഷർ ബാൻഡേജ് കൊടുക്കും. ഒരു 3-ാം ദിവസം രാവിലെ നിങ്ങൾക്ക് ഡിസ്ചാർജ് പ്രതീക്ഷിക്കാം. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ആൻറ്റിബയോട്ടിക്കും പെയിൻ കില്ലറും ആ ഡ്രസ്സിങ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ എൽട്രോക്സിൻ ടാബ്ലറ്റ് നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനി കഴിക്കരുത് നമ്മൾ പറയുന്നവരെ എന്ന് പറയും. പക്ഷേ കാൽഷ്യം ടാബ്ലറ്റ്സും വൈറ്റമിൻ ഡിയും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ഡ്രസ്സിങ് 2-ാം ദിവസം 3-ാം ദിവസം ചെയ്യണം എന്ന് പറയും. 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ സ്റ്റിച്ച് ഇളക്കിയിട്ട് ബയോപ്സി റിപ്പോർട്ടും റെഡി ആയിട്ടിരിക്കും. ആ ബയോപ്സി റിപ്പോർട്ട് എന്താണെന്ന് പറയും. ഇപ്പോൾ ഈ 7 ദിവസം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മേജർ ഓപ്പറേഷനാന്ന് പറഞ്ഞ് കുത്തിയിരിക്കരുത്. ഫുഡ് നല്ലപോലെ നടക്കണം, നോർമലായിട്ട് നടക്കണം, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കണം, ആ ബാലൻസ് ഡയറ്റ് ആയിരിക്കണം, പിന്നെ വെള്ളം ഒരുപാട് കുടിക്കണം, കഴുത്ത് ഒരുപാട് മുകളിലോട്ട് നോക്കരുത്, തൊണ്ടയ്ക്കകത്തൊക്കെ ഒരു ഡിസ്കംഫർട്ട് കാണും. 3-4 ദിവസം കൊണ്ട് അത് മാറും, തനത്താൻ മാറും. കഴുത്തിൻ്റെ ബാക്കിലും ചിലപ്പോൾ ഒരു ഡിസ്കംഫർട്ട് കാണും, അതും മാറും. നിങ്ങൾക്ക് കുളിക്കുകയും ചെയ്യാം, പക്ഷെ കഴുത്തിൻ്റെ ആ ബാൻഡേജിൻ്റെ അവിടെ നനയരുതെന്ന് മാത്രം. ഇത്രയും പ്രിക്കോഷൻസ് വേണം. ഇപ്പം നിങ്ങളുടെ എൽത്രോക്സിൻ എടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 7-ാം ദിവസം തിരിച്ചു വരുമ്പം ഡോക്ടർ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അപ്പോൾ എൽത്രോക്സിൻ എടുത്തില്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അത് തുടങ്ങുന്നത് സാധാരണ ഈ പ്രോബ്ലം 1 ആഴ്ച കഴിഞ്ഞിട്ടാണ്. എൽത്രോക്സിൻ തൈറോയിഡ് ഗ്ലാൻഡിന് ഇപ്പം തൈറോയിഡ് ഗ്ലാൻഡ് ദേഹത്ത് ഇല്ല, തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള ഗ്ലാൻഡ് ഇല്ല. അപ്പം തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് ദേഹത്ത് കുറഞ്ഞു വരിക ചെയ്യുന്നത്. അങ്ങനെ കുറഞ്ഞു വരുവാണെങ്കിൽ വെയിറ്റ് കൂടും, കാലിൽ നീര് കൂടും, തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല, മുടി പൊഴിച്ചിലുണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും, ഒരു ഇറിറ്റബിൾ സ്റ്റേറ്റ് ആയിരിക്കും, കൊച്ചു കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരും, മൂഡ് വേരിയേഷൻ വരും, ഉറക്കം ശരിക്കും കിട്ടത്തില്ല. ഇതൊക്കെ പതുക്കെ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മെയിൻ കോംപ്ലിക്കേഷൻ, ഇപ്പോൾ 7 ദിവസത്തിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷനാണ് കാൽഷ്യം ലെവൽ കുറയാനുള്ളത്. ഓൾറെഡി നിങ്ങൾ കാൽഷ്യം കഴിച്ചുകൊണ്ടിരിക്കുക, എന്നാലും കുറയാൻ ചാൻസ് ഉണ്ട്. അത് കുറയുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻസ് എന്ന് വെച്ചാൽ, പേഷ്യൻ്റ് ഭയങ്കര പെട്ടെന്ന് ഇറിറ്റബിളായിട്ട് മാറും, കൈ വിറയലുണ്ടാവും, നെഞ്ചിടിപ്പ് ഉള്ള പോലെ തോന്നും, കൈ കോച്ചി പിടിക്കുന്നതെന്ന് പറയും. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഡോക്ടർ 7 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് 7 ദിവസം വെയിറ്റ് ചെയ്യരുത്. ഉടനെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുകയും വേണം, ഹോസ്പിറ്റലിൽ പോവുകയും വേണം. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ BP പ്രഷർ, നിങ്ങളുടെ BP പ്രഷർ സിസ്റ്റോളിക്കിനും കാട്ടി 20 mm കൂടുതൽ വയ്ക്കുമ്പം ഈ പിക്ചറിൽ കാണുന്ന പോലെ കൈ കൊച്ചി പിടിക്കും. ഒരു സൈഡ് ഇങ്ങനെ ഫേസിൻ്റെ ചെവിയുടെ ഫ്രണ്ടിൽ ടാപ്പ് ചെയ്യുമ്പം ആ സൈഡ് മൊത്തത്തിൽ ഇതുപോലെ ഒരു മസിൽ ട്വിച്ചിങ് ഉണ്ടാവും, ഒരു കോൺട്രാക്ഷൻസ് ഉണ്ടാവും. ഇത് രണ്ടും കാണിക്കുന്ന നിങ്ങളുടെ ദേഹത്തിനകത്ത് അളവ് കുറവെന്നാണ്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളെ ഒബ്സർവേഷനിലോ അഡ്മിഷൻ ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസത്തേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം അളവ് കുറവുണ്ടോ എന്ന് ബ്ലഡ് എടുക്കും. കാൽഷ്യം മാത്രമല്ല, വൈറ്റമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ് കുറവുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ഇത് ബ്ലഡ് എടുത്ത് സാമ്പിളിനെ വിട്ട ഉടനെ തന്നെ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഡ്രിപ്പ് വഴി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാൽഷ്യം ലെവൽ വീണ്ടും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് നേരത്തെ ഉള്ള ലെവല് കാൽഷ്യം കഴിക്കുന്ന ഡോസ് പോരാന്ന് പറഞ്ഞ് അതിൻ്റെ ഡോസ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത ഭാഗം വീഡിയോ കാണുക. അതിനകത്ത് മൊത്തം 5 ഭാഗമാണ്. അതിനകത്ത് മെയിനായിട്ട് ഞാൻ റേഡിയോ സ്കിൻഡിഗ്രാഫി അടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടേ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴേ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. നമസ്കാരം.